ഹലോ ഗൈഷ്. അപ്പോൾ നമ്മളിന്ന് വളരെ നല്ലൊരു ഹലോ ഗൈസ്, ദിസ് ഈസ് മീ യുവർ ഡോക്ടർ ആക്ടർ വ്ളോഗർ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വളരെ സ്പെഷ്യൽ ഒരു സുദിനമാണ്. അച്ഛൻ്റെ അമ്മയുടെയും എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി? ഗൈസ്, അച്ഛൻ്റെ അമ്മയുടെ 28ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിലേക്ക് ഇന്നത്തെ 36ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയ വീഡിയോസും കേക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. യെസ് ഗൈസ്, ദിസ് വൺ, ഇതാണ് നമ്മൾ കാണുന്ന പൈനാപ്പിൾ കേക്ക്. ഇത് ചേച്ചി ഉണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്താണ് നമ്മൾ പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഞാൻ കുറച്ച് സ്റ്റാർ തൂക്കുന്ന പരിപാടികൾ എന്നുണ്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഫുഡ് മേടിക്കാൻ പോവുകയാണ്. വീട്ടുകാർക്ക് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ, പൊളിക്കാം. യെസ്, നമ്മൾ ഫുഡ് മേടിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഫുഡ് മേടിക്കാൻ 2 കുട്ടിത്തേവാങ്ങൾ കൊണ്ടാണ് ഗൈസ് പോകുന്നത്. ഒരെണ്ണം ഫ്രണ്ടിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു ഗൈസ്, ഒരെണ്ണം പുറകിൽ തൂങ്ങി കിടക്കുന്നു ഗൈസ്. സോ നമ്മൾ പോയാ തൊണ്ട പോയാ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഞങ്ങള് പോയിട്ട് വരാം അല്ലേ? അപ്പൊ നമുക്ക് പോവാം. വാപ്പളപ്പൻ അപ്പൊ നമ്മളങ്ങനെ കേക്ക് മുറിക്കാനുള്ള ഇതിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ യെസ്, കേക്ക് അവിടെ വെക്കി. കേക്കിന്റെ സ്റ്റൈലൊക്കെ ഇങ്ങനെ കാണിച്ചു. ഓ മൈ ഗാഡ്, ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കേക്കല്ല ഗൈസ്, ഇത് ഉണ്ടാക്കിയ കേക്കാണ് ഗൈസ്. പുതിയ കേക്കിനുകൾക്ക് ഓർഡർ വേണമെങ്കിൽ, പുതിയ കേക്കുകൾക്ക് ഓർഡർ വേണമെങ്കിൽ ജസ്റ്റ് നമ്മളെ കമന്റ് ബോക്സിൽ പറയുക. വളരെ വിലക്കുറവിൽ ഈ ഒരു കേക്കിന് നമ്മൾ 300 രൂപ മേടിക്കുന്നുള്ളൂ ഗൈസ്. വെറും 300 രൂപ എന്ന് ഞാനാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് മിതമായ നിരക്കിൽ തന്നുവിടാവുന്നതാണ്. മതി. സ്റ്റാർ നമ്മൾ പിള്ളേർക്ക് കൊടുത്തു വിടുകയാണ്. അപ്പം നമ്മളിങ്ങനെ ലൈറ്റ്സ് മാത്രം കെട്ടിട്ടിരിക്കണം ഗൈസ്. കേട്ടോ, ചെറിയൊരു LED ബൾബ്. വാവ്, ദിസ് ഈസ് ഓസം. കൊള്ളാല്ലേ? ക്രിസ്മസ് പാപ്പയൊന്നും വരത്തില്ലേ? മറ്റേ രൂപം ധരിച്ചിട്ട്. രൂപം അല്ല, രൂപം വരുത്താം. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി. അങ്ങനെ 36ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന 7ാമത്തെ സ്നേഹത്തിലൊക്കെ വായിൽ വെച്ചു വായിലേക്ക് കുത്തി കേട്ടുള്ളത്. ഗിഫ്റ്റ് എടുത്താലോ? ഇനി ഗിഫ്റ്റ് ദാന ചടങ്ങാണ്. അങ്കിൾ കൊടുക്ക. അച്ഛാ വെരി ഗുഡ്. സാധനം പോലും എല്ലാം അത് സൂക്ഷിച്ച് റൂമിൽ വെച്ചോ. ഇത് നെച്ചുവിന്റെ
ലച്ചുവിനെ പിടിച്ചു. നല്ല സാധനം കഴിക്കാൻ തോന്നുന്നുണ്ട്. അതാണ് ഞാൻ എൻ്റെ അടുത്ത് ഒരു മാസം ടാബ്ലറ്റ് നിന്നിട്ട്